ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളൊരു 3:45 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വർക്ക് വരുന്നത് പത്തരാടാണ്. നമുക്കിവിടുന്ന് ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ, 3/4 അത്ര ഒക്കെ ദൂരമേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ബ്രൈഡിൻ്റെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മേളിൽ കയറ്റി നമ്മളെല്ലാം റൂമിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന റിംഗ് ലൈറ്റ് വന്നിട്ട് ഡിജിടെക്കിൻ്റെ 18RT എന്ന് പറയുന്ന റിംഗ് ലൈറ്റാണേ. കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണെന്ന്, അതാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ബ്രൈഡ്, ആളുടെ നിക്കാഹാണ്. സോ നമ്മൾ അങ്ങനെ ഒരു മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയർ ക്രിമ്പ് ചെയ്ത് വെച്ചു. ക്രിമ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ലെൻസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ലെൻസ് വന്നിട്ട് ഫ്രഷ് ലുക്കിൻ്റെ പ്യുവർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അങ്ങനെ ലെൻസ് വെച്ച് കൊടുത്തു. ആൾക്ക് ലെൻസ് വെക്കാൻ വലിയ കഷ്ടപ്പാടില്ലായിരുന്നു കേട്ടോ. ലെൻസ് വെച്ചിട്ട് കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിയർ ഡക്റ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ആയിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ 2 കണ്ണിലും ലെൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസ് ആണെങ്കിൽ നമുക്ക് വലിയ കണ്ണുള്ളവർക്കും കുഞ്ഞി കണ്ണുള്ളവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോൾ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസുകൾ വാങ്ങിച്ച് വെക്കുന്നതാണ് ബെറ്റർ. നമ്മളത് ഫ്രഷ് ലുക്കിൻ്റെ ലെൻസ് വന്നിട്ട് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മളത് ഡീലേഴ്സ് ഷോപ്പിൽ തന്നെ പോയിട്ട് വാങ്ങണം കേട്ടോ. അങ്ങനെ ലെൻസ് വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫേസിൽ നമ്മുടെ എന്തായിരുന്നു മാക്കിൻ്റെ പ്ലസ് പ്രൈം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അബ്സോർവ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഐബ്രോ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി ഐബ്രോ ഉണ്ട്, പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് ആ ഒരു ഗ്യാപ്പുള്ള ഏരിയ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആൾക്ക് വന്നിട്ട് ഭയങ്കര പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ഫേസൊക്കെ കുറച്ചുകൂടി ഡള്ളായിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ സൗണ്ട് വന്നിട്ട് എനിക്ക് പനി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വ്യത്യാസമുള്ളത് സൗണ്ടിന്. പിന്നെ അങ്ങനെ നമ്മൾ ഐബ്രോ കഴിഞ്ഞു. ഐബ്രോ കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടു ഫേസിൻ്റെ കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ടു ഫേസും അതിൻ്റെ കൂടെ ഇച്ചിരി ടാർട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ സ്കിൻ ടോൺ വന്നിട്ട് ഒരു ഫെയർ ടു മീഡിയം ആ ഒരു ഇതിലുള്ള സ്കിൻ ടോണാണ്. ആൻഡ് വാം അണ്ടർ ടോണാണ് ആൾക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് ഐ മേക്കപ്പ് അല്ല സോറി ഐയിൽ കൺസീൽ ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൗഡർ ഇട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എന്നിട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് നമ്മളൊരു ചെറിയൊരു സ്മോക്കി പോലത്തെ, സ്മോക്കി എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി സ്മോക്കി എന്ന് പറയുന്നത് ബ്ലാക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പിങ്കിൻ്റെ ലൈറ്റ് ടു ഡാർക്ക് നമ്മൾ യൂസ് ചെയ്താൽ അത് സ്മോക്കി ആവും. സോ അങ്ങനെയാണ് സ്മോക്കി ഐസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ആൾക്ക് കൊടുക്കുന്നത് ഒരു ചെറിയൊരു സ്മോക്കി എഫക്റ്റുള്ള ഒരു മീൻസ് കണ്ണിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് ബ്ലാക്ക് അല്ല, അതിൻ്റെ ഒരു ഡാർക്ക് കളറും ബ്ലാക്കും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളർ. അങ്ങനെയാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഒരു കണ്ണ് ചെയ്ത് സാധാരണ ഞാൻ ചെയ്യുന്നത് 2 കണ്ണും ഒരേപോലെ ചെയ്യും. അതായത് ഒരു കണ്ണിൽ ഒരു കളർ അപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം കളർ തന്നെ അപ്പം തന്നെ അപ്പുറത്തെ കണ്ണിൽ അപ്ലൈ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഒരു കണ്ണിൽ ചെയ്തിട്ട് അപ്പുറത്തെ കണ്ണിൽ ചെയ്യാൻ നിന്നാൽ നമ്മൾ ഈ കണ്ണിൽ ഏതൊക്കെ ഉപയോഗിച്ചെന്നുള്ളതിലൊരു ഡൗട്ട് വരും. എനിക്കങ്ങനെ ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരു കണ്ണ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അപ്പുറത്തെ കണ്ണ് ചെയ്തു. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ മാറ്റായിട്ട് വെക്കാം, പക്ഷെ കുറച്ചും കൂടെ ഒരു സ്മോക്കി ആയിട്ട് വെക്കുന്നതാണ് ഭംഗി വരിക. ആൻഡ് ഈ ഗ്ലിറ്റർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയ കേട്ടോ. അതിൻ്റെ ബ്രാൻഡ് ഞാൻ ഓർക്കണില്ല. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയ ഒരു ഗ്ലിറ്ററാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഐ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് PSൻ്റെ കാജലാണേ. അതും വളരെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിങ്സൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇങ്ക്ലോട്ട് വെച്ചിട്ട് ഐ ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാഷ് വെച്ച് കൊടുക്കുന്നു. ലാഷ് നമ്മൾ 54 തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ മിക്ക ബ്രൈഡ്സിനും യൂറോ പാരീസിൻ്റെ 54 ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു മിനിമലായിട്ടുള്ള കുറച്ച് നമുക്ക് വെയ്റ്റ്ലെസ് ആയിട്ടും ഉള്ള ഒരു ലാഷാണത്. പിന്നെ ആളുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്, നോർമൽ ടു ഡ്രൈ ആണ്. അതുകൊണ്ട് നമ്മൾ എംബ്രയോളിസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
പിന്നെ ആളുടെ സ്കിന്നിൽ ഫേസ് വന്നിട്ട് കുറച്ചൊരു യെല്ലോയിഷ് ടിൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചൊരു വാം അണ്ടർടോൺ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന് ആപ്റ്റായിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ അണ്ടർടോൺ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബൊട്ടോക്സ് പ്രൈമറാണ് യൂസ് ചെയ്തത്. കാരണം മേക്കപ്പ് ഒന്നും പോകണ്ട, ലാസ്റ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബൊട്ടോക്സ് പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പോട്സും കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു അവളുടെ ഫേസിൽ വന്നിട്ട്. സോ നമ്മൾ അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ എൻ്റെ ഫോൺ വന്നിട്ട് പഴയ ഫോണായിരുന്നു. സോ ആ ഫോണിനൊരു ചെറിയ മഞ്ഞപ്പുണ്ട്. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഒരു ചെറിയ മഞ്ഞപ്പുള്ളത് കേട്ടോ. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നമായിരുന്നു ആക്ച്വലി. ഇപ്പം നമുക്ക് ആ പ്രശ്നമില്ല. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമായിരുന്നു കുറച്ചൊരു മഞ്ഞപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. ഫൗണ്ടേഷൻ നമ്മുടെ ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷാണ് അത്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബ്രഷിൻ്റെ. അപ്പോൾ ഞാനൊരു ഫൗണ്ടേഷൻ ബ്രഷിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്രഷാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നമ്മൾ ബ്ലഷ് ഒന്നും ഇടാതെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ബ്ലഷൊക്കെ ഇട്ട് അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് സെറ്റിലായിക്കോളൂ കേട്ടോ. അതുപോലെ നമ്മൾ കൺസീലർ യൂസ് ചെയ്തത് നാസിൻ്റെ കൺസീലറാണ്. കണ്ണിൻ്റെ താഴെയൊക്കെ കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രീം ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇത് നമ്മുടെ PSൻ്റെ 02 ഷെയ്ഡാണ് വരുന്നത് ക്രീം ബ്ലഷ്. അത് ചീക്കിലും നോസിലും, ഞാൻ നോസിൻ്റെ ടിപ്പിലും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ ചീക്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ താഴെയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലിപ്പ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണത്. ഏതൊക്കെ ഷെയ്ഡാണോ, മെബലൈൻ്റെയും സെഫോറയും മെബലൈനും ഒക്കെ മിക്സ് ആക്കിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മുടെ 4 Hour 52ൻ്റെ ഷോ സ്റ്റോപ്പർ, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഷെയ്ഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്പ് ഒരു ഇച്ചിരി ഒന്ന് ബ്രൈറ്റാക്കി തന്നെയാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാം മൊത്തം ഒരു പേസ്റ്റിൽ വരുമ്പം നമ്മളുടെ ഈ ഒരു ഏരിയയിലേക്കുള്ള ആ ഒരു സ്കിൻ ടോണിന് സ്യൂട്ട് ആവില്ല. നമ്മളിപ്പോൾ ഒരു മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടെ നല്ല സ്കിന്നും കുറച്ചും കൂടെ കളറും കാര്യങ്ങളും സ്കിൻ കളറും ഒക്കെ ഉള്ളതാണ്. സോ അവർക്ക് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. നമ്മുടെ ഇങ്ങോട്ടേക്ക് പൊതുവേ ന്യൂഡ് കളറുകളൊക്കെ ചേരുന്നത് വളരെ കുറവാണ് കേട്ടോ. അതുപോലെ റെയറായിട്ട് നമുക്ക് ബ്രൈറ്റ്സ് വരാറുള്ളൂ, എല്ലാം ന്യൂഡ് ഷെയ്ഡുകൾ മാത്രം ചേരുന്നതായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു, ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഐയിൽ മസ്കാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മസ്കാര ഇട്ട് അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് നമ്മൾ പൗഡർ ഹൈലൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. PSൻ്റെ നമ്മുടെ ഹൈലൈറ്റർ കേട്ടോ. ഓക്കെ, ആ ഹൈലൈറ്റർ ഇട്ടപ്പോൾ തന്നെ ഫേസിലുള്ള ഗ്ലോ ഉണ്ടോ, അതുകൊണ്ട് നമ്മളെ ബെസ്റ്റ് ഹൈലൈറ്ററാണ് കേട്ടോ PSൻ്റെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളിത് നമ്മുടെ ഐബ്രോൻ്റെ താഴെയും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയതായിട്ടൊന്ന് ലൈൻ പോലെ ചെയ്ത് കൊടുക്കലുണ്ട് ഹൈലൈറ്റർ വെച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഗുച്ചിയോട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഗുച്ചി ഇട്ട് കഴിയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഇനി ഫേസിൽ പിടിക്കാൻ നിൽക്കല്ലേ എന്ന്. കാരണം അത് പിന്നെ നമ്മൾ പിടിച്ച് നിന്നാൽ അത് കയ്യിൽ പറ്റും, മേക്കപ്പ് പോകും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഗുച്ചിയൊക്കെ ഇടുമ്പോൾ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഓക്കെ, പിന്നെ ഡ്രൈ സ്കിന്നാകുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. ഓയിലി സ്കിന്നിനൊക്കെയാണ് പിന്നെയും പ്രശ്നം വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പ്രേ അതൊന്ന് സെറ്റിലായിട്ട് ഞാൻ സ്പ്രേ അടിച്ചു കൊടുക്കുന്നത്. ചിലയിടത്ത് ചിലവർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഗുച്ചി ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു മീൻസ് ഞാനത് ഓർക്കുന്ന ആ ഒരു ഇതിലാണ് ഞാൻ ഇട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ മസ്കാര അല്ല, നമ്മൾ ഫിക്സിങ് സ്പ്രേ അടിച്ചു കൊടുത്തു. ആൻഡ് നമ്മൾ വിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു വിങ്സ് ഇട്ട്, കുഞ്ഞി കണ്ണായതുകൊണ്ട് കുറച്ചൊന്ന് വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. വിങ്സ് ഇട്ടപ്പോൾ കണ്ണ് കുറച്ചും കൂടെ ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ വെച്ച് നോക്കുവാണ്. നമ്മൾ ക്രിംപ് ചെയ്ത് ബാക്ക് കോംബ് ചെയ്തിട്ട് വെച്ച് നോക്കും ഏത് പാർട്ടീഷനാണ് ചേരുന്നതെന്നൊക്കെ, സെൻറ്ററാണോ സൈഡാണോ എന്നൊക്കെ. അപ്പോൾ സൈഡ് വലിയ സെറ്റപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഭംഗി, ആ ഒരു ചുട്ടിക്ക് കുറച്ചുകൂടെ ഭംഗി സെൻറ്റർ പാർട്ടീഷനായിരുന്നു. സോ നമ്മൾ സെൻറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മളൊരു എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തിട്ട് ബാക്കിൽ എക്സ്റ്റൻഷൻ വെച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് ഞാൻ ആക്ച്വലി കുറേ നാൾ മുന്നേ ചെയ്ത വർക്കാണ്. സോ ഞാൻ വിട്ടുപോയി. എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മളിത് കേൾ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ വീടുകളിൽ കണ്ണാടി ഇരിക്കുന്നത് ലൈറ്റ് ഉള്ളിടത്തല്ല.
ആൻഡ് നമുക്ക് പ്ലഗ് കുത്താനുള്ള ഒരു ഇത് കുറവാണ്. പിന്നെ നമ്മൾ ഈ കണ്ണാടിയുടെ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ലൈറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വെളുപ്പാങ്കാലത്തല്ലേ നമ്മൾ പോയി ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റൊന്നും വെക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഫേസും കാര്യങ്ങളൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ആക്ച്വലി കേട്ടോ. ഞാൻ ഇനിയും ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം നോക്കാം. നമുക്ക് മെയിനായിട്ട് സംഭവം അതാണ്. നമുക്ക് ലൈറ്റും ഫോണിൻ്റെ ഇതും കൊണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അവിടെ. ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ചിലയിടത്ത് മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ എന്താ പറയുക ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ, ഞാനൊരു മോഡൽ ഷൂട്ട് റീസെൻ്റായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂൺ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതായിരുന്നു മേക്കപ്പ്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ഗ്ലോ മേക്കപ്പ്. ലുക്കാണ് നമ്മൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ആൾ തന്നെ എച്ച് ഡി ആയിരുന്നു ബുക്ക് കറക്റ്റ് ചെയ്തത്. ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് എച്ച് ഡി കൊള്ളാം, അവളുടെ അടിപൊളി ഫേസിന് മേക്കപ്പ്. സ്യൂട്ടാവില്ല. അത് ഫേസ് അവിടെ ചെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. സോ അങ്ങനെ നമ്മളൊരു ഗ്ലോ മേക്കപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഡ്രസ്സും വന്നിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എടുത്താണ്. ഇത് അവൾ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ആളുടെ സിസ്റ്ററിനും ചെറിയൊരു പാർട്ടി ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ബൈ.